ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, അമ്മ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 19ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. നമ്മൾ ഈ ദിവസങ്ങളെല്ലാം അമ്മയുടെ കുഞ്ഞായി തീർന്നുകൊണ്ട് അമ്മയുടെ വിരൽ പിടിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. അനുഗ്രഹം പെയ്തിറങ്ങുന്ന ദിവസങ്ങളായത്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ഈശോയുടെ 2ാം വരവിനോട് അടുക്കുകയും പരിശുദ്ധ അമ്മയിൽ അതിൽ നിന്നുള്ള കൃപകളും മുറ്റുപനും നമ്മൾ സമ്പാദിച്ചെടുക്കുകയും ചെയ്യുക. നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് നമ്മളെ വിശുദ്ധീകരിക്കുകയും നമ്മുടെ കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൂപ്പി പിടിച്ച് ഇതാ ഈശോയുടെ സാന്നിധ്യം, വിശുദ്ധ കുരിശിനാൽ എന്നെ രക്ഷിച്ച എൻ്റെ ക്രിസ്തുവിനോട് ഞാൻ ഐക്യപ്പെട്ടുകൊണ്ട് ആ സാന്നിധ്യം ഞാൻ അനുഭവിക്കാനായിട്ട്, നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് നോക്കുക. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി പിടിച്ച് ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും ആഗ്രഹത്തോടെ, ഏറ്റവും വിശുദ്ധിയോടുകൂടി തന്നെ നമുക്ക് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് ഈ നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഇനിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവീശ്രാമാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യ അവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ വലിയ സഹായം യാചിക്കാൻ പോവുക. ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോഴാ നമ്മുടെ ജീവിതം മുഴുവനും മാറ്റപ്പെടുക, വിശുദ്ധീകരിക്കപ്പെടുക. കാരണം നമ്മളൊക്കെ പാപികളാ, നമുക്ക് എല്ലാത്തിനെ കുറിച്ച് അറിവില്ല. പ്രത്യേകിച്ച് സ്വർഗത്തെക്കുറിച്ചും ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചും ഈ ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവില്ല. ഈ അറിവ് നമുക്ക് തരുന്നതും ഇതിന് നമുക്ക് പ്രചോദനം തരുന്നതും ഇതിലേക്ക് നമ്മളെ നയിക്കുന്നതും യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാ. പ്രിയപ്പെട്ടവർ, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ആവസിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ മേഖലകളെല്ലാം തുറക്കപ്പെടുക. അതുകൊണ്ട് നമ്മൾ ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ സഹായം അപേക്ഷിക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധി അമ്മ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ഈ സ്വർഗീയ രഹസ്യങ്ങൾ മുഴുവനും നമുക്ക് വെളിപ്പെടുത്തി കിട്ടാൻ പരിശുദ്ധി അമ്മയിലൂടെ വലിയ കൃപ ഈ കാലഘട്ടത്തിൽ സഭയ്ക്കും നമുക്കും കുടുംബത്തിനും ഒക്കെ കിട്ടാനായിട്ട് പ്രിയപ്പെട്ടവരെ ഈ നിമിഷം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ യാചനയോടെ പിടിച്ച് ഏറ്റവും എളിമയോടുകൂടി തന്നെ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി കൊതിയോടെ നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, ആത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ആത്മാവേ, 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 ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഒരുമിച്ച് നമുക്ക് പാടാം. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന.
ആത്മാവേ വരണമേ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുപോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഗ്നിയുടെ അഭിഷേകം, വലിയ ശക്തമായ ഒരു അഭിഷേകം ഈ സമൂഹത്തിലേക്ക്, കുടുംബത്തിലേക്ക്, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മുഴുവനും മക്കളിലേക്ക് വന്നിറങ്ങാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വലിയ കൊതിയോടെ, ദാഹത്തോടെ ആത്മാവിന് വേണ്ടി വിളിച്ചു ഒരുമിച്ച് പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വചനം ഘോഷിക്കും ഈ വേളയിൽ, നിന്നാമം പാടുമി കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കും ഈ വേളയിൽ, നിന്നാമം പാടുമി കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണടയ്ക്കാം, രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വയ്ക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മാതാവ് നമ്മുടെ ഓരോരുത്തരുടെയും തൊട്ടടുത്ത് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് അമ്മ ഇറങ്ങി നമ്മുടെ തൊട്ടടുത്ത് വന്നേക്കുക. നമ്മളത് വിശ്വസിക്കുക. അമ്മയുടെ കയ്യിലേക്ക് പതുക്കെ ഒന്ന് തൊട്ട് പിടിച്ച് എന്നിട്ട് അമ്മയോട് പറ, അമ്മേ, എൻ്റെ അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാ. അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേത് മാത്രമാ. എനിക്ക് എന്താ ഉള്ളേ അതെല്ലാം അമ്മയുടേത് മാത്രമാ. എനിക്ക് സ്വന്തമായിട്ട് ഇനി ഒന്നും വേണ്ട. എനിക്കുള്ളത് മുഴുവനും അമ്മയുടേതാ. എൻ്റെ ബുദ്ധി, എൻ്റെ കഴിവ്, എൻ്റെ ആരോഗ്യം, എൻ്റെ ജീവിതം, എനിക്ക് എന്തൊക്കെയൊന്നുണ്ടോ, ഞാൻ എന്തിനെ ഓർത്തൊക്കെയാണോ ഇന്ന് അഹങ്കരിക്കുന്നത്, അമ്മേ ഇതെൻ്റെ അല്ല, ഇത് പൂർണ്ണമായി ഞാൻ അമ്മയ്ക്ക് തരുക. അമ്മ ഇതെല്ലാം എനിക്ക് സ്വർഗത്തിൽ പോകാൻ യോഗ്യമുള്ളതാക്കി മാത്രം തീർത്താൽ മതി. ഈ ഭൂമിയിൽ ഒരു നേട്ടവും, ഈ ഭൂമിയിൽ ഒരു കാര്യവും എനിക്ക് എൻ്റെതായിട്ട് വേണ്ട. എനിക്ക് സ്വർഗത്തിൽ പോകാനായിട്ടുള്ള കാര്യമാക്കി അമ്മ തന്നാ മതി. ഞാൻ അമ്മയെ പൂർണ്ണമായി എനിക്കുള്ളത് മുഴുവനും അമ്മയ്ക്ക് സമർപ്പിക്കുക. അമ്മ മാധ്യസ്ഥം വഹിക്കണേ, അമ്മ സംരക്ഷിക്കണമേ, അമ്മ ആ കോട്ടയ്ക്കുള്ളിലാക്കണേ, അമ്മ ആ കാപ്പയ്ക്കുള്ളിൽ എന്നെ ആക്കണേ. ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ച മക്കളെ കണ്ണടച്ച്, ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓടി അണയുന്നു. പാപികളായ ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധി അമ്മ മാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിന്റെ സകല കുട്ടില തന്ത്രങ്ങളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ.
കർത്താവായ യേശുക്രിസ്തുവേ, നിത്യപിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധം, ദുരന്തം, കലഹം, വഴക്ക്, രോഗപീഠ, പ്രകൃതിക്ഷോഭം, അത്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. യേശുവിന്റെ അമ്മയായ സകല ജനപദങ്ങളുടെയും നാഥ, ഞങ്ങളുടെ അഭിഭാഷയാകണമേ. മനസ്സിൽ പ്രാർത്ഥിച്ച മക്കളെ, പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് എല്ലാ മക്കളും ചൊല്ലിത്തരുന്ന പ്രതിഷ്ഠാജപം ഒരുമിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാമോ? ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എന്റെ മാതാവും എന്റെ രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവർത്തികളെയും അവന്റെ എല്ലാ ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവരുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തെങ്കിൽ ഞാൻ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കൾ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ. ഈശോമിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശാന്തരായിട്ടിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, പകല് മുഴുവനും നിങ്ങൾ അധ്വാനിച്ചും കഷ്ടപ്പെട്ടും തളർന്ന് മടുത്താണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ പരിശുദ്ധി അമ്മയെ ഒത്തിരി സ്നേഹിക്കുന്ന മക്കളായതുകൊണ്ട് ഈ രാത്രിയുടെ യാമങ്ങളിലും ഈ ശുശ്രൂഷ മുടങ്ങാതെ പങ്കുചേരുന്ന അനേകരെ എനിക്കറിയാം. ഈശോയ്ക്ക് ഞാൻ നിങ്ങളെ ഓർത്ത് മഹത്വം കൊടുക്കുക, നന്ദി പറയുക. പ്രിയപ്പെട്ടവരെ, വില കൊടുക്കുമ്പോൾ അതിനൊരു പ്രതിഫലം കിട്ടും. നിങ്ങൾ ഇത്രയും തളർന്നിരിക്കുമ്പോഴും നിങ്ങൾ ഈ ഈശോയോടുള്ള സ്നേഹം കൊണ്ട്, അമ്മയോടുള്ള സ്നേഹം കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയൊരു കൃപ കർത്താവ് വാരിക്കോരി നിങ്ങളുടെ ജീവിതത്തിൽ തരും മക്കളെ. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയോടെ ആഗ്രഹത്തോടെ ആയിരിക്കാം. ഈ സമയത്ത് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഈ ശുശ്രൂഷയിലൊക്കെ പങ്കുചേരുമ്പോൾ കയ്യിലൊരു ജപമാല പിടിക്കുന്ന എപ്പോഴും നല്ലതാ. അപ്പോൾ എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ എന്നോ, കൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി എന്നോ, പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും സുഹൃജപങ്ങളോ നന്മ നിറഞ്ഞ മറിയമയോ പ്രാർത്ഥനകൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ അമ്മ മാതാവിന്റെ സാന്നിധ്യം നമ്മൾ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് അമ്മ ഇരുന്ന് നമ്മളിങ്ങനെ പഠിപ്പിച്ച് തന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളിന്ന് കാണുന്ന വിഷയം പരിശുദ്ധ അമ്മ മാതാവ് സാത്താന്റെ ശക്തിയെ ലഘൂകരിക്കും എന്നതിനെ കുറിച്ചാണ്. കേട്ടെ, അമ്മ സാത്താന്റെ ശക്തിയെ ലഘൂകരിക്കും. ഇപ്പൊ പലരുടെയും ചിന്തയാണ്, സാത്താൻ ഒത്തിരി ശക്തിയുണ്ടോ? ചിലവർ ചിന്തിക്കും സാത്താൻ ഒത്തിരി അധികാരമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് പഠിക്കാനല്ല ഇപ്പൊ പോകുന്നത്. മറിച്ച് അവസാന കാലഘട്ടത്തിൽ സാത്താൻ അവന്റെ അധികാരത്തിൽ പ്രബലപ്പെടാൻ തുടങ്ങും, അവന്റെ ശക്തിയിൽ പ്രബലപ്പെടാൻ തുടങ്ങും, അവന്റെ കെണികള് ഏറ്റവും മൂർച്ചയുള്ളതായി തീരാൻ തുടങ്ങും. അന്ത്യകാലഘട്ടം എന്ന് പറയുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, അവൻ ഏറ്റവും ശക്തമായിട്ട് പരിക്കേൽപ്പിക്കുന്നതും ആക്രമിക്കുന്നതും സഭയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞോണം പ്രിയപ്പെട്ടവരെ, ഈ സഭയെ മാത്രമല്ല, സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് ഏറ്റവും കൂടുതൽ അവൻ ആക്രമിക്കുന്നതും അവൻ പരിക്കേൽപ്പിക്കുന്നതും അവന്റെ ശക്തി പ്രകടിപ്പിക്കുന്നതും.
പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, വെളിപാടിന്റെ പുസ്തകം 13-ാം അധ്യായം 7-ാമത്തെ വചനം പഠിപ്പിക്കുന്നു, വിശുദ്ധരോട് പോരാടി അവരെ കീഴടക്കാനുള്ള അധികാരം അവന് നൽകപ്പെട്ടു. എന്നെ ഒത്തിരിയേറെ പേടിപ്പിച്ച് കളഞ്ഞ ഒരു വചനമായത്. കേട്ടെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധരോട് പോരാടി അവരെ കീഴ്പ്പെടുത്താനുള്ള അധികാരം അതിന് നൽകപ്പെട്ടു. വിശുദ്ധരോട് പോരാടാൻ മാത്രമല്ല, ആ വിശുദ്ധരായവരെ കീഴ്പ്പെടുത്താനുള്ള അധികാരം ആർക്ക് കിട്ടി? അവസാന കാലഘട്ടത്തിൽ അവന് കിട്ടി. അപ്പൊ നമ്മൾ ചിന്തിച്ചോണം പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്ര പെട്ടെന്ന് അവന് കീഴ്പ്പെടുത്താൻ പറ്റുക? നമ്മളോട് ഏതു സമയത്ത് അവൻ പോരാടുക മാത്രമല്ല, നമ്മൾ വിശുദ്ധരല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് വീഴും. ഇനി വിശുദ്ധരായവരോട് പോലും അവൻ പോരാടുകയും അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണ്ടേ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കാൻ തക്കവിധം ആയിരിക്കും സാത്താന്റെ ഇനിയുള്ള കാലഘട്ടത്തിലെ പ്രവർത്തനം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ? തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറയുന്ന എല്ലാ കത്തോലിക്ക വിശ്വാസികളും തെരഞ്ഞെടുക്കപ്പെട്ടവരാ. എല്ലാ വൈദികരും തെരഞ്ഞെടുക്കപ്പെട്ടവരാ. എല്ലാ സമർപ്പിതരും തെരഞ്ഞെടുക്കപ്പെട്ടവരാ. എല്ലാ മെത്രാന്മാരും തെരഞ്ഞെടുക്കപ്പെട്ടവരാ. എല്ലാ സന്യസ്തരും തെരഞ്ഞെടുക്കപ്പെട്ടവരാ. എല്ലാ കർദിനാൾമാരും തെരഞ്ഞെടുക്കപ്പെട്ടവരാ. മാർപ്പാപ്പയും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ. അപ്പൊ ഇവരെ ആയിരിക്കും സാത്താൻ ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതും പരിക്കേൽപ്പിക്കുന്നതും. ഇവർക്കെതിരായിട്ടായിരിക്കും സാത്താൻ ഏറ്റവും കൂടുതൽ കെണിയൊരുക്കുന്നത്. ഇതിനോട് ചേർന്ന് മനസ്സിലാക്കണം, തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന വ്യക്തികളുണ്ട് എന്ന് വെച്ചാൽ വിളിക്കകത്തുനിന്നും വിളിക്കപ്പെടുന്ന വ്യക്തികൾ. എല്ലാ ക്രൈസ്തവരും എല്ലാ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചവരും പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും അതിൽ നിന്നും ചിലവരെ മാത്രം ദൈവം പ്രത്യേക വിളി നൽകി തെരഞ്ഞെടുക്കുന്നുണ്ട്. എല്ലാ വൈദികരും തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും അതിൻ്റെ അകത്ത് ചില വ്യക്തികളെ ചില കാര്യത്തിന് വേണ്ടി ദൈവം നിയോഗിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട സകല മക്കൾക്കെതിരെയായിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ സാത്താൻ ആക്രമിക്കുന്നതും പോരാടുന്നതും അവരെ പരിക്കേൽപ്പിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഇത് ചെയ്യാൻ കാരണം? പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ഈ കാണുന്ന വ്യക്തികളിലൂടെയാണ് യഥാർത്ഥത്തില് സുവിശേഷം പ്രസംഗിക്കപ്പെടുക. ഇവരിലൂടെയാണ് സഭയുടെ പ്രബോധനങ്ങൾ കൊടുക്കപ്പെടുക. ഇവരിലൂടെയാണ് ഈശോയുടെ മുഖം യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ? തെരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറയുന്നത് എല്ലാ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച മക്കള് തെരഞ്ഞെടുക്കപ്പെട്ടവരാ. എല്ലാ വൈദികര് തെരഞ്ഞെടുക്കപ്പെട്ടവരാ. എല്ലാ സമർപ്പിതര് തെരഞ്ഞെടുക്കപ്പെട്ടവരാ. എല്ലാ സന്യസ്തര് തെരഞ്ഞെടുക്കപ്പെട്ടവരാ. എല്ലാ മെത്രാന്മാര് തെരഞ്ഞെടുക്കപ്പെട്ടവരാ. എല്ലാ കർദിനാൾമാരും തെരഞ്ഞെടുക്കപ്പെട്ടവരാ. മാർപ്പാപ്പയും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് സാത്താൻ ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ട് ആക്രമിക്കുന്നതും പരിക്കേൽപ്പിക്കുന്നതും. എന്തുകൊണ്ട്? അതിന് കാരണം ഇതാണ് പ്രിയപ്പെട്ടവരെ, ഇവരിലൂടെയാണ് ഇനി സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. ഇവരിലൂടെയാണ് സഭ പ്രബോധനങ്ങൾ നൽകപ്പെടുക. ഇവരിലൂടെയാണ് യേശുവിൻ്റെ മുഖം കൃത്യമായിട്ടും ലോകത്തിന് പ്രകടമാക്കി കൊടുക്കുക. അതുകൊണ്ട് ഇവരെ വിരൂപമാക്കാനായിട്ട്, ഇവരെ കൊള്ളില്ലാത്തവരാക്കി തീർക്കാനായിട്ട്, പ്രിയപ്പെട്ടവരെ ഇവരെ ദുഷിപ്പിക്കാനായിട്ട് സാത്താൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ഒരു വൈദികനെ വിരൂപനാക്കി കഴിഞ്ഞാൽ അത് സഭയെ വിരൂപമാക്കുകയാണ്, ഒപ്പം മിശിഹായെ വിരൂപമാക്കുക. ഒരു സമർപ്പിതയെ വിരൂപമാക്കിയാൽ, സാത്താൻ വിരൂപമാക്കാൻ തുടങ്ങിയാൽ അത് സഭയെ വിരൂപമാക്കുകയാണ്, ഒപ്പം മിശിഹായെ വിരൂപമാക്കുക. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഈ കാലഘട്ടം സഭയെ വിരൂപമാക്കാനായിട്ട്, അല്ലെങ്കിൽ സഭയെ ദുഷിപ്പിക്കാനായിട്ട്, മിശിഹായെ ദുഷിപ്പിക്കാനായിട്ട്, മിശിഹായെ വിരൂപമാക്കാനായിട്ട് സാത്താൻ എടുക്കുന്ന കാര്യം തെരഞ്ഞെടുക്കപ്പെട്ടവരെ വിരൂപമാക്കിയും തെരഞ്ഞെടുക്കപ്പെട്ടവരെ നശിപ്പിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കെതിരെ ദൂഷണമുണ്ടാക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, സാത്താന് കൃത്യമായിട്ട് അറിയാം, സാത്താനെതിരായിട്ടുള്ള ശക്തി അത് സഭയ്ക്കകത്തുണ്ടെന്ന്. അത് പ്രയോഗിക്കുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ വൈദികരും ഒപ്പം മെത്രാന്മാരുമാണ് എന്ന് കൃത്യമായിട്ടും സാത്താൻ അറിയാം. അതുകൊണ്ട് സാത്താൻ്റെ ഏറ്റവും വലിയ
യുദ്ധം, സാത്താന്റെ ഏറ്റവും വലിയ ശത്രു മറ്റാരുമല്ല പ്രിയപ്പെട്ടവരെ, അത് യഥാർത്ഥത്തിൽ വൈദികരാണ്, ഒപ്പം മെത്രാന്മാരാ. കാരണം അവരിലൂടെയാണ് അവനെതിരായിട്ടുള്ള ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുക. അതുകൊണ്ട് ചെയ്യുന്ന കാര്യം എന്താ? സാത്താൻ ഇവർക്കെതിരെയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവരെ നശിപ്പിക്കാൻ നോക്കുന്നത്. നമ്മൾ മാധ്യമങ്ങൾ എടുത്ത് നോക്കിക്കേ, ഈ ലോകത്ത് എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായാലും, എത്രമാത്രം തീരാമാറ പ്രശ്നങ്ങൾ കയറി വന്നാലും, ഒരു വൈദികൻ എന്തെങ്കിലും പറ്റുമ്പോൾ അത് ലോകം മുഴുവനും പാട്ടാക്കി നശിപ്പിക്കുന്ന ദൈവമക്കളുടെ വിശ്വാസം പോലെ ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഈ കാലഘട്ടം നിങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ കാലഘട്ടത്തിലും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും സാത്താൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവന്റെ യുദ്ധം എന്ന് പറയുന്നത് ഈ പുരോഹിതരെ ദുഷിപ്പിക്കുക, വിരൂപമാക്കുക, മെത്രാന്മാരെ ദുഷിപ്പിക്കുക, വിരൂപമാക്കുക. ഇതല്ലേ മക്കളെ ഇന്ന് ഈ കാലഘട്ടത്തിൽ കാണുന്നേ? ഇതിന് വർദ്ധിച്ചു കൊണ്ടുവരും. കാരണം പ്രിയപ്പെട്ടവരെ, സഭയുടെ 7 കുദാശ അവന് പേടിയാ. കാരണം ഈ 7 കുദാശ അവനെ തകർക്കുന്ന, സഭയുടെ വിശുദ്ധീകരണത്തിനുള്ള കുദാശയാണ് പരിശുദ്ധ കുർബാന, പാപമോചനത്തിന്റെ കുദാശയാണ് പരിശുദ്ധ കുംഭസാരം, പൈശാചിക ശക്തികളെ തകർക്കുന്ന കുദാശയാണ് മാമോദീസ, കുടുംബത്തെ വിശുദ്ധീകരിക്കുന്ന കുദാശയാണ് വിവാഹം, നിത്യജീവനിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന കുദാശയാണ് രോഗീലേപനം. പ്രിയപ്പെട്ടവരെ, ഈ കുദാശികളുടെ മുഴുവനും സാത്താൻ അവന്റെ ശക്തി ക്ഷയിച്ചു കളയേണ്ട അവസ്ഥയാ. അതുകൊണ്ട് തന്നെ ഈ കുദാശക്കെതിരെ അവൻ ശക്തമായിട്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ പോരാടും. ഈ കുദാശ ഒരു ശക്തിയില്ലാത്തതാണെന്ന് ലോകത്തോട് പ്രചരിപ്പിക്കാൻ തുടങ്ങും. ഈ കുദാശയുടെ തെറ്റായ കാര്യങ്ങൾ അവൻ പഠിപ്പിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഈ കുദാശക്കെതിരെ അവൻ ആഞ്ഞടിക്കും. പ്രിയപ്പെട്ടവരെ, ആദ്യം വൈദികർക്കും മെത്രാന്മാർക്കുമെതിരെ അവൻ ആക്രമിക്കാൻ, അവഹേളിക്കാൻ തുടങ്ങും. 2, കുദാശകൾക്കെതിരെ അവൻ ആക്രമിക്കാനും അവഹേളിക്കാനും പരിക്കേൽപ്പിക്കാനും തുടങ്ങും. മൂന്നാമതായിട്ട് അവൻ ചെയ്യുന്ന കാര്യം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട, പ്രത്യേകിച്ച് 3 വ്രതങ്ങൾ എടുത്ത് സമർപ്പിക്കപ്പെട്ടവരെ ആയിരിക്കും അവൻ ഏറ്റവും കൂടുതൽ ഇനിയുള്ള കാലഘട്ടത്തിൽ അവഹേളിക്കാൻ തുടങ്ങുന്നതും ആക്രമിക്കാൻ തുടങ്ങുന്നതും. കാരണം എന്താ പ്രിയപ്പെട്ടവരെ, സുവിശേഷം ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ 3 വ്രതങ്ങളിലൂടെ. ഒപ്പം തൻ്റെ പരിഹാര ജീവിതത്തിലൂടെ അവർ ഈ ലോകത്തെ വിശുദ്ധീകരിക്കുക. ഇത് സാത്താൻ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടം ഈ ലോകത്തെ നശിപ്പിക്കണമെങ്കിൽ സമർപ്പിതരെ, സന്യസ്തരെ, പ്രത്യേകിച്ച് 3 വ്രതം എടുത്തിട്ടുള്ളവരെ നശിപ്പിക്കണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലഘട്ടത്തിൽ ഇവരെ കുറിച്ച് ഏതൊക്കെ മോശപ്പെട്ട രീതിയിൽ പ്രചരിപ്പിക്കാൻ പറ്റുമോ അപ്രകാരം പ്രചരിപ്പിച്ചുകൊണ്ട് അവൻ അവരെ തകർക്കാനായിട്ട് നോക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ തന്നെ പിന്നീടുള്ളൊരു വ്യക്തികളാണ് പ്രിയപ്പെട്ടവരെ, ശരിക്കും ദൈവത്തിന് സമർപ്പണം നടത്തി, ദൈവത്തിന് പരിപൂർണമായി തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന, സമൂഹത്തില് വിദ്യാഭ്യാസ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഇങ്ങനെയുള്ള സമർപ്പിതരെയും സന്യസ്തരെയും വൈദികരെയും അവൻ അവഹേളിക്കാനായിട്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ തുടങ്ങും. കാരണം ദൈവത്തിന്റെ കരുണയുടെ മുഖമാണ് അവരിലൂടെ പ്രകടമാകുന്നത്. ദൈവിക ജ്ഞാനങ്ങളാണ് അവരിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇത് ദൈവമക്കൾക്ക് അറിവ് കിട്ടിക്കഴിയുമ്പോൾ അവർ അവനെ ഉപേക്ഷിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇവരെ അവഹേളിച്ച് ഇവരെ ഇല്ലാതാക്കാൻ നോക്കുകയാണ് ഇനിയുള്ള അവസാന കാലഘട്ടത്തിൽ സാത്താൻ എടുത്ത് ഉപയോഗിക്കുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ കേൾക്കണം. 1, വൈദികരെ സമർപ്പിതരെ. 2, കുദാശകൾ പരിക്രമം ചെയ്യുന്ന ദൈവമക്കളെ. 3 വ്രതങ്ങളിലൂടെ സമർപ്പണ ജീവിതത്തിലേക്ക് സമർപ്പണം ചെയ്ത് ഈശോയെ സ്നേഹിക്കുന്ന ദൈവമക്കളെ. ഒപ്പം കാരുണ്യ പ്രവൃത്തിയിലൂടെ ഈശോയെ സ്നേഹിക്കുന്ന മക്കളെ. നമ്മൾ അവഹേളിക്കപ്പെടാതിരിക്കണമെങ്കിൽ, നമ്മൾ ഇപ്രകാരമുള്ള ഇവൻ ഒരുക്കുന്ന കെണിയിൽ വീഴാതിരിക്കണമെങ്കിൽ, നമ്മൾ ഇവനാൽ ആക്രമിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ രക്തക്കണ്ണീരിനാൽ കഴുകി അമ്മയുടെ നീലക്കാപ്പയാൽ പൊതിയപ്പെട്ടാൽ മാത്രമാണ് ഇവന്റെ ആക്രമണങ്ങളിൽ നിന്നും ഇവന്റെ അവഹേളനത്തിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് സാധ്യമാകൂ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് മക്കളെ, പ്രത്യേകിച്ചും 3 വ്രതങ്ങൾ സ്വീകരിച്ച മക്കൾ, ആ വ്രതങ്ങൾ എടുത്ത് ഇന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിക്കോണം, അവൻ ഏറ്റവും ശക്തമായിട്ട് ഇനി ആക്രമിക്കും. അവന്റെ രീതി എന്താണെന്ന് ചോദിച്ചാൽ, സന്യാസ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങാണ്, മനുഷ്യത്വത്തിനെതിരാണ്. ഇത് ലോകത്ത് പ്രചരിപ്പിച്ചിട്ട് രാഷ്ട്രീയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് സന്യാസം നിർത്തലാക്കാനായിട്ട് അവൻ ഇനിയുള്ള കാലഘട്ടം നോക്കും.
അതിനവൻ ആരെയാ തെരഞ്ഞെടുക്കണമെന്നറിയാമോ? സന്യാസ ജീവിതത്തിൽ എടറിപ്പോയവരെ അതിനായിട്ട് അവൻ എടുത്തുപയോഗിക്കും. ഇനിയുള്ള കാലഘട്ടം നോക്കിക്കോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്, ഒത്തിരി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അവൻ വെക്കുന്ന ഏറ്റവും വലിയ കെണി എന്നാണെന്നറിയാമോ? സമർപ്പണ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിഞ്ഞുകൊള്ളുക, സമർപ്പിത ജീവിതത്തിലായാലും സന്യാസ ഭവനങ്ങളിലായാലും അവിടെ വിള്ളലുകൾ ഉണ്ടാക്കുക, ഭിന്നിപ്പുകൾ ഉണ്ടാക്കുക. അതിന്റെ ഫലമായിട്ട് പരസ്പരം മിണ്ടാത്ത അവസ്ഥ, അത് എന്തിലേക്ക് എത്തിക്കും? കൃപ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഭിന്നിപ്പ് പുറത്തുള്ള വിജാതിയർക്ക് എതിർപ്പിന് കാരണമാകും, ഉതപ്പിന് കാരണമാകും. അപ്പോൾ സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന വിജാതീയ സംഘടിത ഗ്രൂപ്പുകൾ ഇത് മുതലെടുത്തുകൊണ്ട് സഭയെ ആക്രമിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സമർപ്പിത മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട 3 വ്രതങ്ങളെടുത്ത് ജീവിക്കുന്ന സന്യാസികളെ, എനിക്ക് നിങ്ങളോട് ഈ നിമിഷം പറഞ്ഞു തരാൻ, ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ ജീവിതത്തെ തകർക്കാനായിട്ട് സാത്താൻ എല്ലാ രീതിയിലും പ്രവർത്തിക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് ഈ സമർപ്പണം ഏറ്റവും പൂർണ്ണതയിൽ നിറവേറ്റി ജീവിക്കാൻ തുടങ്ങിയാൽ മാത്രമാണ് നമുക്കിതിനെ മറികടക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ മാതാവ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ അവസാന കാലഘട്ടമാകുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത എന്നാണെന്ന് ചോദിച്ചാൽ, ആ വ്യക്തികളിൽ ബുദ്ധിയിൽ അന്ധകാരം നിറയ്ക്കും. ഈ ബുദ്ധിയിൽ അന്ധകാരം വന്നാലുള്ള പ്രശ്നം എന്നാണെന്നറിയണോ? ദൈവിക ജ്ഞാനം നഷ്ടപ്പെടും. ഇത് നഷ്ടപ്പെടുമ്പോൾ ദൈവഹിതം നിറവേറ്റാൻ അവർക്ക് പറ്റില്ല. 2, എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പെരുമാറണം, എന്തൊക്കെ കാര്യങ്ങളാണ് നീക്കേണ്ടത്, ഇതിനെക്കുറിച്ച് അവന് വലിയ അവബോധമില്ലാതായി തീരും. 3, ജീവിതത്തിൽ ചില ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പഠിക്കാനും അത് വീക്ഷിക്കാനും അത് മനസ്സിലാക്കാനും അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനും മറ്റുള്ളവർക്ക് വഴി കാണിക്കാനും പറ്റാതെ വരും. 4, അവരിൽ ദൈവവചനവും ദൈവവചന വായനയും ദൈവവചന ധ്യാനവും ഇല്ലാതായി തീർന്ന് ലോകത്തിന്റെ അറിവ് തേടി അവർ നടക്കാൻ തുടങ്ങും. 5, പ്രിയപ്പെട്ട മക്കളെ, ഇപ്രകാരമുള്ളവരുടെ ജീവിതത്തിന്റെ ആന്തരിക ജീവിതം ശുചിക്കാൻ തുടങ്ങിയിട്ട് അവർ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ വ്യഗ്രചിത്തരാകും, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യഗ്രചിത്തരാകും. ഇവരെ സംബന്ധിച്ച് 6ാമത് നടക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഇവരുടെ ജീവിതത്തിൽ വിശ്വാസ മേഖലയിൽ തീഷ്ണതയില്ലാതെ വരും, താല്പര്യമില്ലാതെ വരും. ഒപ്പം കുദാശകൾ അവർക്കൊരു ചടങ്ങായി തീരാൻ തുടങ്ങും. നോക്കിക്കേ, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ബുദ്ധിയിൽ സാത്താൻ അന്ധകാരം വിതയ്ക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളാ. ഇന്നിതുണ്ടോ? ഇല്ലായിരിക്കാം. പക്ഷെ അവസാന കാലഘട്ടത്തിൽ വരാൻ പോകുന്ന ദുരിതം ഇതാ. പ്രിയപ്പെട്ടവർ, ഇതിൽ വീഴാതിരിക്കണമെങ്കിൽ ഓരോ വൈദികർ, ഓരോ സമർപ്പിതർ എന്ത് ചെയ്യണം? അമ്മയുടെ വിമല ഹൃദയത്തിന് ദൈവമക്കൾ പ്രതിഷ്ഠിക്കണം. നമ്മുടെ കുടുംബത്തിൽ വൈദികരില്ലേ? നമ്മുടെ വികാരിയച്ഛനില്ലേ? നമുക്ക് അറിയാവുന്ന ഒത്തിരി വൈദികരില്ലേ? നമുക്ക് അറിയാവുന്ന മുഴുവനും വൈദികരെ, ലോകത്തിലുള്ള വൈദികരെ, സമർപ്പിതരെ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് ഈ പ്രതിഷ്ഠിക്കുമ്പോൾ എന്തു നടക്കും? ഈ ബുദ്ധിയിലെ അന്ധകാരത്തിന്റെ കെട്ടഴിയും. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. ഈ ബുദ്ധിയിൽ അന്ധകാരം വരുമ്പോൾ, ദൈവിക ജ്ഞാനം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വരുന്ന അടുത്ത വിപത്താണ്, അവർക്ക് വിശുദ്ധിയുടെ മേഖലയിൽ താല്പര്യം കുറയും. എന്ന് വെച്ചാൽ സുഖലോലുപത, അലസത, അശുദ്ധി, ഇതിന് ഒത്തിരിയേറെ താല്പര്യം ജനിക്കാൻ തുടങ്ങും. നേട്ടങ്ങൾക്കും കഴിവിനും മാത്രം പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങും. പല പാപങ്ങളും ഒതുക്കി തീർക്കാൻ തുടങ്ങും, മൂടി വെക്കാൻ തുടങ്ങും. അവസാനം ദാവീദിനെ പിടികൂടിയ പാപത്തിന്റെ അരൂപി ഇവരെ കയറി ഭരിക്കാൻ തുടങ്ങും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതിൽ വീണു പോകുമ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കിക്കോണം, സാത്താനെ തകർക്കാനുള്ള ശക്തി അതിലൂടെ നഷ്ടപ്പെടുക. എന്ന് വെച്ചാൽ നിങ്ങൾ തിരിച്ചറിയുക, വിശുദ്ധി നഷ്ടപ്പെടുത്തി അശുദ്ധിയിൽ വ്യാപരിക്കുന്നവർക്ക് സാത്താനെതിരെ യുദ്ധം ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. കാരണം വിശുദ്ധിയാണ് പരിച, വിശുദ്ധിയാണ് സഭയുടെ സമ്പത്ത്. അശുദ്ധിയോടുകൂടി ദൈവിക രഹസ്യങ്ങൾ പരിക്രമം ചെയ്യുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട മക്കൾക്ക് അതൊരു നാശത്തിന് കാരണമായി തീരും. ഒപ്പം ലേവിയുടെ പുത്രന്മാരിലുള്ള അരൂപി അവർ കയറി ഭരിക്കാൻ തുടങ്ങും. ഇത് അവസാന കാലഘട്ടത്തിൽ വരാൻ പോകുന്ന ദുരിതമാ മക്കളെ. അതുകൊണ്ട് ഈ ഒരു ദുരിതത്തിലേക്ക് ഈ കാണുന്ന വൈദികരെ സമർപ്പിതർ ഒന്നും പോയി വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? അമ്മയ്ക്ക് സമർപ്പിക്കണം. കാരണം ഒരു വൈദികൻ നശിച്ചു പോയാൽ അനേകർ നഷ്ടപ്പെടും.
അനേകർ നഷ്ടപ്പെടും. അന്ത്യകാലഘട്ടത്തിൽ അവന്റെ ഏറ്റവും വലിയ ശക്തി പ്രകടമാക്കുന്ന ഇവിടെയാ. ഈ കാണുന്ന കാര്യത്തെ മറികടക്കാൻ പറ്റുന്നത് പരിശുദ്ധി അമ്മയ്ക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അമ്മയ്ക്ക് സമർപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു കെണിയാണ് പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ശാരീരിക പ്രവണതകളെക്കുറിച്ചുമുള്ള മിഥ്യാവബോധം സമർപ്പിതരുടെയിൽ അവൻ വിളമ്പാൻ തുടങ്ങും. എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സന്യാസം അത് വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരാണ്, വ്യക്തിയുടെ മനുഷ്യത്വത്തിനെതിരാണ്. അതോടൊപ്പം തന്നെ ഈ ആചാര അനുഷ്ഠാനങ്ങള് ഈ കാലഘട്ടത്തിന് ചേരാത്തതാണ്. അതുകൊണ്ട് ഇത് വേണ്ട. അതിനുവേണ്ടി ആദ്യം മുറവിളി കൂട്ടിപ്പിക്കുന്നവൻ സന്യാസത്തിൽ കഴിയുന്ന വ്യക്തികളെ കൊണ്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള മുറവിളി കൂട്ടിപ്പിക്കും. അങ്ങനെ ആ സന്യാസ ജീവിതം താറുമാറാക്കാനായിട്ട് അവൻ നോക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്, സകല കോൺഗ്രിഗേഷൻ, സകല ഈ വ്രതം സ്വീകരിച്ചവര്, സമർപ്പണം നടത്തിയവര് അമ്മയ്ക്ക് സമർപ്പിച്ചേക്കണേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും മക്കളെ കേട്ടെ, അവൻ ആദ്യം ബുദ്ധിയിൽ അന്ധകാരം, 2 ഹൃദയത്തിൽ അന്ധകാരം നിറയ്ക്കും. ഈ ഹൃദയത്തിൽ അന്ധകാരം നിറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്രകാരം നിറച്ചു കഴിയുമ്പോൾ ലോകമോഹങ്ങളോട്, സമ്പത്തിനോട്, അധികാരത്തോട്, സുഖലോലുപതയോട് അമിതമായിട്ടുള്ള താല്പര്യം ജനിക്കാൻ തുടങ്ങും. പലരും അധികാരത്തിന് വേണ്ടിയുള്ള പിടിവലി, സന്യാസ സഭകളാകട്ടെ വൈദികരാകട്ടെ പലരും എന്ത് ചെയ്യും? സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത. ഇതിന്റെ ഫലമായിട്ട് സുവിശേഷ മൂല്യങ്ങൾക്ക് പ്രാധാന്യമില്ലാത്തൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പഴയ ഒരു കൊച്ചു കാര്യം പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുക. മറ്റൊന്നുമല്ല, ലാളിത്യം ജീവിത ശൈലിയാക്കാത്ത സഭയ്ക്ക് തിന്മയ്ക്കെതിരെ പോരാടാനായിട്ട് പറ്റില്ല കേട്ടോ. വീണ്ടും ഞാൻ ഒരു കാര്യം കൂടി പറയുവാണ്. ആത്മബലം നഷ്ടപ്പെട്ട സഭയാണ് മതപീഡനമേറ്റ സഭയേക്കാൾ കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നത്. ആത്മബലം നഷ്ടപ്പെട്ട സഭയാണ് എന്ത് പ്രിയപ്പെട്ടവരെ, പീഡനത്തിനിരയായ സഭയേക്കാൾ കൂടുതൽ മോശകരമായ അവസ്ഥയിലേക്ക് പോകുന്നത്. നമ്മൾ ശരിക്കും ആത്മപരിശോധന നടത്തേണ്ടതാ. എന്നെ കേൾക്കുന്ന മെത്രാന്മാരുണ്ടെങ്കിൽ, വൈദികരുണ്ടെങ്കിൽ, സമർപ്പിതരുണ്ടെങ്കിൽ, സന്യസ്തരുണ്ടെങ്കിൽ, നമ്മുടെ കോൺഗ്രിഗേഷൻ ആത്മബലം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിപ്പുണ്ടോ? ലാളിത്യത്തിന്റെ അഭിഷേകം കുറഞ്ഞു പോകുന്നുണ്ടോ? ഇതൊക്കെ നഷ്ടപ്പെട്ടാലുള്ള കാര്യം എന്താണെന്നറിയണോ പ്രിയപ്പെട്ടവരെ? നിരാശ കയറി പിടികൂടും. ഇതിനെ മറികടക്കാനായിട്ട് ചെയ്യുന്ന കാര്യം, സോഷ്യൽ മീഡിയയ്ക്ക് നമ്മൾ അടിമപ്പെടും. അത് വിളമ്പിത്തരുന്ന അശുദ്ധിയും അത് വിളമ്പിത്തരുന്ന തിന്മയും നമ്മുടെ ബുദ്ധിയിലും ഹൃദയത്തിലും നിറയാൻ തുടങ്ങും. ഇത് നിരാശയിലേക്ക് കൂപ്പുകുത്തും. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ബലം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകും. പലരും യൂദാസിൽ കഴിയ അരൂപ്യ അവരിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. പലരും അഹങ്കാരികളായി തീരാൻ തുടങ്ങും. അതിന്റെ ഫലമായിട്ട് അവർ തന്നിഷ്ടം ചെയ്യും. അധികാരികളെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അവർ അധികാരത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതൊക്കെ അവസാന കാലഘട്ടത്തിൽ ഈ ഹൃദയം കഠിനമായി തീരുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഫലമായിട്ട് നടക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മറച്ചു വെച്ചിരിക്കുന്ന പല പാപങ്ങളും പുറത്തു വരികയും അവർക്ക് സ്വയം ആത്മനാശത്തിനു വേണ്ടി അവർ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഒന്നിനോടും പ്രതിബദ്ധത ഇങ്ങനെയുള്ളവർക്കുണ്ടാവില്ല. അതോടൊപ്പം തന്നെ സംഭവിക്കുന്ന കാര്യമാണ് വെറുപ്പും വിദ്വേഷവും അസൂയയും അവർ കയറി മൂടാൻ തുടങ്ങും. കായേലിന്റെ അരൂപ്യ അവരെ കയറി കൂടാൻ തുടങ്ങും. അവർ സൽപ്പേര് കളയുന്ന മക്കളായി തീരും. ഇതിന്റെ ഫലമായിട്ട് കക്ഷി രാഷ്ട്രീയം തുടങ്ങും, തർക്കങ്ങൾ തുടങ്ങും, കോടതി വിധികൾ തുടങ്ങും. ഇതിന്റെ ഫലമായിട്ട് ദുരാസക്തി, ദുർമോഹം അവരെ കയറി ഭരിക്കും. മക്കളെ, അച്ഛൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചോ. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതൊക്കെ ഇങ്ങനെ സഭയ്ക്കകത്ത് പൊങ്ങി വരുന്ന കാണാൻ പറ്റും. എന്തിനാ? കാരണം അവന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൊഴിച്ചാലാണ് ഈ കാണുന്ന ലോകത്തെ ജനത്തെ നേടിയെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർ തീർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അവഹേളിതരായി തീരുമ്പോൾ മക്കളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കല്ല ചെയ്യേണ്ട, മറിച്ച് അമ്മയ്ക്ക് സമർപ്പിച്ച് അവരെ തിരിച്ചു പിടിക്കാൻ ഇനിയുള്ള കാലഘട്ടത്തിൽ ദൈവമക്കൾ പരിശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനസാക്ഷി മരവിച്ച് കഴിയുമ്പോൾ, ബുദ്ധിയിൽ അന്ധകാരം വരുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, വിശ്വാസ മേഖലയിൽ അന്ധകാരം നിറയും.
എന്ന് വെച്ചാൽ യേശുക്രിസ്തു ഏകനാഥനും ഏകരക്ഷകനുമാണെന്ന് പുറത്തു പറയാൻ മടി തുടങ്ങും. ഇത് സമൂഹത്തിൽ ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല, നിലനിൽപ്പിന് ശരിയായിട്ടുള്ള കാര്യമല്ല, യേശുക്രിസ്തു ഏകരക്ഷകനല്ല, ഈ ഒരു ചിന്താഗതി കയറി വരാൻ തുടങ്ങും. ഇനിയുള്ള കാലഘട്ടത്തിൽ പല വൈദികരും ഇപ്രകാരം പറയാൻ തുടങ്ങും: പരിശുദ്ധി അമ്മയിൽ അമലോത്ഭവമില്ല, അവൾ ദൈവമാതാവല്ല, അവൾ സ്വർഗാരോപതി അല്ല, അവൾ നിത്യകന്യകയല്ല, ഈശോയുടെ രണ്ടാം വരവില്ല, നിത്യജീവനില്ല, ശുദ്ധീകരണ സ്ഥലം ഇല്ല. ഇങ്ങനെയുള്ള ചില ടീച്ചിങ് ഇതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരും. പലരും ഈ മതവിശ്വാസം ഉപേക്ഷിച്ച് മറ്റു മതത്തിലേക്ക് പോയി ചേരും. പലരും നിരീശ്വര പ്രസ്ഥാനത്തിൽ ചേരും. പലരും ഫ്രീമേഴ്സണറി പോയി സഭയ്ക്കെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സഭയുടെ നേതൃത്വത്തിൽ പലർക്കും വീഴ്ചകൾ ഉണ്ടാകാൻ തുടങ്ങും. ഞാൻ ഈ പറഞ്ഞു വരുന്നതെല്ലാം അന്ത്യകാലഘട്ടത്തിൽ സാത്താൻ കയറി ഭരിക്കുന്ന, അവൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്ന, അവൻ്റെ കെണി ഒരുക്കുന്ന മേഖലയാണ്. ഇതൊരു സൈഡിൽ നടക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. അനേകര് ചെയ്യാത്ത തെറ്റിന് പീഡനമേറ്റ് അവരിങ്ങനെ സ്വയം എരിഞ്ഞ് കരഞ്ഞും പ്രാർത്ഥിച്ചും തീർന്നുകൊണ്ടിരിക്കും. അവരുടെ കണ്ണീരും അവരുടെ തപോഷ്ട ജീവിതവുമാണ് സഭയെ താങ്ങി വിശുദ്ധീകരിച്ച് ഉയർത്തിക്കൊണ്ടുവരിക. ഒരു സൈഡിൽ ഈ സാത്താൻ നാശം വിതയ്ക്കുമ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് മറ്റൊരു സൈഡിൽ അനേകര് ചെയ്യാത്ത തെറ്റിന് വേദന അനുഭവിച്ച് സഹിച്ച് പീഡനം ഏറ്റെടുത്തുകൊണ്ട് അവർ ഇങ്ങനെ സഹിച്ച് കാഴ്ചവെക്കാൻ തുടങ്ങും. ഇവരുടെ ഈ സഹനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും തപോഷ്ട ജീവിതത്തിൻ്റെയും ഫലമായിട്ട് സഭയിൽ ഒരു സൈഡിൽ വിശുദ്ധര് ഉയർന്നു വരാൻ തുടങ്ങും, ഒപ്പം താപസികൾ ഉയർന്നു വരാൻ തുടങ്ങും. അവസാന കാലഘട്ടം നോക്കിക്കോ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാ: ഇത്രയും നാളുണ്ടായിരുന്ന പ്രാർത്ഥന ഇനി പോരാ. ഇനി പ്രാർത്ഥനയുടെ ശക്തി കൂട്ടണം, ഉപവാസം കൂട്ടണം, അനുതാപം കൂട്ടണം, പ്രാർത്ഥന കൂട്ടണം, മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടണം, പരിശുദ്ധ ബലിയോടുള്ള താല്പര്യം കൂട്ടണം, കുദാശകളോടുള്ള താല്പര്യം കൂട്ടണം. എന്നാൽ മാത്രമാണ് മക്കളെ ഇനിയുള്ള കാലഘട്ടത്തിൽ സാത്താൻ്റെ ശക്തിയെ ലഘൂകരിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയ്ക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് സഭയെയും സഭാതനയരെയും സഭാ മക്കളെയും എല്ലാം പ്രതിഷ്ഠിച്ച് ഈ അമ്മയ്ക്ക് മാത്രമാണ് ഇവൻ കാണിക്കാൻ പോകുന്ന സകല അധികാരത്തെയും സകല ശക്തിയെയും ലഘൂകരിക്കാൻ പറ്റൂ എന്ന സത്യം മനസ്സിലാക്കി സകലരും പരിശുദ്ധി അമ്മയിലേക്ക് വരണം. മറ്റൊരു കാര്യം കൂടി അച്ഛൻ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യമാണ്, ക്രിസ്തു സാക്ഷികളുടെ ജീവന്റെ മേൽ കൈവയ്ക്കാനുള്ള അധികാരം പരിശുദ്ധി അമ്മ ലഘൂകരിക്കും. ക്രിസ്തു സാക്ഷികളുടെ മേൽ കൈവയ്ക്കാൻ, അവരെ കൊല്ലാനുള്ള, ജീവന്റെ മേൽ കൈവയ്ക്കാനുള്ള അധികാരം പരിശുദ്ധി അമ്മ ലഘൂകരിക്കും. എന്ന് വെച്ചാൽ അവസാന കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അനേകര് രക്തസാക്ഷികളായി തീരുന്ന ഒരു കാലഘട്ട, അതും കഠോരമായിട്ടുള്ള രക്തസാക്ഷിത്വം. ഈ സമയത്ത് ഒരാൾ പൊങ്ങി വരും. അത് മറ്റാരുമല്ല, അശുദ്ധിയുടെ മാതാവായ സ്ത്രീ, മ്ലേച്ഛതയുടെ മാതാവായ സ്ത്രീ. അവൾ പുറത്തു വരും. പ്രിയപ്പെട്ടവർ, ഇവൾ പുറത്തു വന്നിട്ട് ചെയ്യുന്ന കാര്യം, രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും രക്തം കുടിച്ച് അതിൽ ലഹരി പിടിച്ച് ജീവിക്കുന്ന വ്യക്തിയായി അവൾ മാറും. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടും വെളിപാടിന്റെ പുസ്തകം 17-ാം അധ്യായം 6-ാമത്തെ വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവൾ ചെയ്യുന്ന കാര്യം, ഇവൾ പരിശുദ്ധ അമ്മയ്ക്ക് എതിർസ്ഥാനത്ത് നിൽക്കും. എന്നിട്ട് ഈ ലോകത്ത് മുഴുവനും അവൾ അശുദ്ധി പ്രചരിപ്പിക്കും, അശുദ്ധി വർഷിക്കും. ഇതാണ് ഇവൾ ചെയ്യുന്ന കാര്യം. നമ്മളിവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധി അമ്മയ്ക്ക് അന്ത്യകാലഘട്ടത്തിൽ വലിയൊരു ദൗത്യമുണ്ട്. ഇത് കൃത്യമായിട്ട് സാത്താൻ അറിയാം. അതുകൊണ്ട് ഇതിനെ തകർക്കാനായിട്ട് ഈ എതിരായിട്ടുള്ള സ്ത്രീ, എന്ന് വെച്ചാൽ മ്ലേച്ഛതയുടെ സ്ത്രീ, അശുദ്ധിയുടെ സ്ത്രീ പുറത്തു വന്നിട്ട് ചെയ്യുന്ന കാര്യം എന്താ? മറിയത്തിനെതിരായിട്ട് നിരന്തരം ദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കൃത്യമായിട്ട് ഈശോ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ഈശോ വെളിപ്പെടുത്തിയത്. ലോകാരംഭം മുതൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്തത്, ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം അന്നുണ്ടാകും. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 21 പറയുന്നു, അവർ നിങ്ങളെ പിടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യും. മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ വേദനിപ്പിക്കും.
എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട മക്കളെ മനസ്സിലാക്കണം, അവസാന കാലഘട്ടത്തിൽ അനേക രക്തസാക്ഷികൾ ജനിക്കും. ആ സമയത്ത് പരിശുദ്ധി അമ്മയുടെ ആ മാതാവിന്റെ എതിർസ്ഥാനത്ത് മ്ലേച്ഛതയുടെ സ്ത്രീ വരും. ഈ കാണുന്ന കാര്യത്തെ തകർക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധി അമ്മയുടെ വലിയ ബലം വേണം, മാധ്യസ്ഥം വേണം. ചെയ്യേണ്ട കാര്യം എന്താ? പരിശുദ്ധി അമ്മയ്ക്ക് നമ്മൾ പരിപൂർണമായി സമർപ്പിക്കുക, പരിപൂർണമായിട്ട് അടിമ വെക്ക്. ഇപ്പൊ പരിശുദ്ധി അമ്മ ചെയ്യുന്ന കാര്യം, ദൂതന്മാരുമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. തീർത്ഥാടക സഭയിലെ മക്കളെ മുഴുവനും വിശുദ്ധീകരിക്കും. ഒപ്പം സ്നാനത്തിന് വേണ്ടി പരിശുദ്ധി അമ്മ നമ്മളെ മുഴുവനും ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കാര്യം കൂടി അച്ഛൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, തിന്മയുടെ ത്രിശക്തികളുടെ ഐക്യം പരിശുദ്ധി അമ്മ മാതാവ് തകർക്കും, ലഘൂകരിക്കും. അവസാന കാലഘട്ടത്തിൽ തിന്മയുടെ ത്രിശക്തികൾ, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടും പറയുന്ന വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വചനം ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഈ ത്രിശക്തികള് എവിടെയാ പൊങ്ങി വന്നേക്കണമെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ത്രിത്വത്തിന് എതിർസ്ഥാനത്തായിട്ട് വരും. ത്രിത്വത്തിന് എതിർസ്ഥാനത്തായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ നമ്മൾ കേട്ടായിരുന്നു, പിതാവിന് പകരമാര്, പിതാവിന്റെ എതിർസ്ഥാനത്താര്, പുത്രന്റെ എതിർസ്ഥാനത്താര്, പരിശുദ്ധാത്മാവിന്റെ എതിർസ്ഥാനത്താര്. പ്രിയപ്പെട്ടവരെ, ഈ 3 പേരും പൊങ്ങി വന്നിട്ട് ഇവർ 3 പേരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യമാണ്, ഇവർ 3 പരസ്പരം സാക്ഷ്യപ്പെടുത്തും. 2, ഇവർ തുല്യ ശക്തികൾ പങ്കിടാൻ തുടങ്ങും. 3, ഇവർ പരസ്പരം ആരാധിക്കാൻ തുടങ്ങും. 4, ഈ 3 പേരും ഒരുമിച്ച് നുണ പ്രചരിപ്പിക്കാൻ തുടങ്ങും. ഈ ത്രിശക്തികളെ തകർക്കാനുള്ള ശക്തി പരിശുദ്ധി അമ്മയ്ക്കാ. ഇത് ഈ 3 ശക്തികൾ ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ ഈ ശക്തികൾ അനേകരെ വഴിതെറ്റിക്കും. അത് വഴിതെറ്റാതിരിക്കണമെങ്കിൽ ഓരോ മക്കളും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ദൈവദൂതന്മാർ ഇറക്കി നമ്മളെ സംരക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കാര്യം കൂടി വെളിപ്പെടുത്താം അച്ഛൻ. പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ കയറിക്കൂടാനുള്ള സാത്താന്റെ അധികാരവും ശക്തിയും പരിശുദ്ധി അമ്മ മാതാവ് പരിമിതപ്പെടുത്തും, ലഘൂകരിക്കും. ഇതാണ് അടുത്തൊരു കാര്യം. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കിക്കോണം, അവസാന കാലഘട്ടത്തിൽ സാത്താൻ ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. 1, ദൈവനിഷേധം നടത്തുക. 2, സ്വന്തം ദൈവമായിട്ട് പ്രഖ്യാപിക്കുക, സ്വയം ദൈവമായിട്ട് പ്രഖ്യാപിക്കുക. 3-ാമത്തെ കാര്യമാണ് ദൈവത്തിന്റെ ആലയത്തിൽ കടന്നുകൂടുക. ഇതാണ് അവസാന കാലഘട്ടത്തിൽ അവൻ ചെയ്യുന്ന 3 കാര്യങ്ങൾ. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ദൈവഭവനവും ദേവാലയവുമായിട്ടുള്ള കത്തോലിക്ക സഭയുടെ മെയിൻ സ്ഥാനങ്ങളിൽ, വിശുദ്ധ സ്ഥലത്ത് ഇവൻ കടന്നു കയറും. ആ വിശുദ്ധ സ്ഥലത്ത് ഇവൻ കടന്നു കയറിയിട്ട് അവൻ സ്വയം ദൈവമായിട്ട് പ്രതിഷ്ഠിക്കും. അവനെ ആരാധിക്കാനായിട്ട് പലരും വരുന്ന ഒരവസ്ഥ അവൻ സംജാതമാക്കും. ഇങ്ങനെ ഒരു കാര്യം വരാതിരിക്കണമെങ്കിൽ സഭയെ ആർക്ക് സമർപ്പിക്കണം? പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയോട് ചേർന്ന് ജീവിച്ചോണം. അവസാന കാലഘട്ടമാകുമ്പോൾ സഭയ്ക്കകത്ത് സാത്താൻ ആരാധകരെ കടന്നുകൂടിയിട്ട് അവനെ ആരാധിക്കാനും പ്രതിഷ്ഠിക്കാനും തുടങ്ങുന്ന ഒരു കാലഘട്ടം വരും, അവസാന കാലഘട്ടം. മക്കളെ, ഇതുണ്ടാകാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ടത്, ഞാൻ വീണ്ടും വീണ്ടും പറയുവാട്ടോ, ഇങ്ങനെയുള്ള തെറ്റിലേക്ക് പോയി വീഴാതിരിക്കണമെങ്കിൽ ഓരോ ക്രൈസ്തവനും പരിശുദ്ധി അമ്മയോട് ചേർന്നേക്കണം, അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് ജീവിച്ചോണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റ കാര്യം ഞാൻ വെളിപ്പെടുത്താനും കൂടി ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല മക്കളെ, അവസാന യുദ്ധത്തിൽ തീർത്ഥാടക സഭയായ നമ്മൾ തന്നെ യുദ്ധത്തിന് ഇറങ്ങിയേക്കരുത്. മറിച്ച് നമ്മൾ ആരെ കൂടി കൂട്ടണം? വിജയസഭയിലുള്ളവരെ കൂട്ടണം. അവിടെ ആരാ ഉള്ളേ? പരിശുദ്ധി അമ്മയുണ്ട്, യൗസേ പിതാവുണ്ട്, വിശുദ്ധരുണ്ട്, വാഴ്ത്തപ്പെട്ടവരുണ്ട്, വന്ദകരുണ്ട്, രക്തസാക്ഷികളുണ്ട്, സ്വർഗവാസികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവരുടെ സഹായം നമ്മൾ അപേക്ഷിച്ചോണം. ഇവരോട് ചേർന്നായിരിക്കണം അവനെതിരെ യുദ്ധം ചെയ്യാൻ പോകണ്ടേ. എന്നാലാണ് നമുക്ക് ജയമുണ്ടാവൂ. ഇല്ലെങ്കിൽ നമ്മൾ വീണുപോകും. തനിച്ച് ഇവരോട് യുദ്ധം ചെയ്താൽ നമ്മൾ വീഴും. കാരണം അവൻ ആ അവസാന കാലഘട്ടത്തിൽ അവന്റെ ശക്തി വർദ്ധിക്കും, അവന്റെ സ്വാതന്ത്ര്യം വർദ്ധിക്കും, അവന്റെ അധികാരം വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനു മുമ്പ് നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അവസാന കാലഘട്ടമാകുമ്പോഴേക്കും മാർപ്പാപ്പ അനേകരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങും. കാരണം നമുക്കായിട്ട് അവനെതിരെ യുദ്ധം ചെയ്യണം. അത് ഈ കാലഘട്ടമൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി.
ഇങ്ങനെ പ്രഖ്യാപനം വരുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ഈ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ സഭയിൽ കടന്നു വരുമ്പോൾ ഓർത്തോണം, സമയമായി, സഭയുടെ ഇതിൻ്റെയൊക്കെ ആരംഭമായി. അതുകൊണ്ട് സഭയെ സമർപ്പിക്കണം, വ്യക്തികളെ സമർപ്പിക്കണം, കുടുംബത്തെ സമർപ്പിക്കണം. ഒരാൾ പോലും നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മളെല്ലാം പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുകയും അമ്മയോട് ചേർന്നുള്ള ജീവിതം നയിക്കുകയും ചെയ്താൽ മാത്രമാണ് ഇതിനെ മറികടക്കാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം ഓരോ ക്രൈസ്തവരും ഇന്ന് മനസ്സിലാക്കട്ടെ. അതിനുള്ള കൃപാവരം പരിശുദ്ധി അമ്മ ഇന്നത്തെ ദിവസവും ഇനിയുള്ള നാളുകളിൽ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം പരിശുദ്ധി അമ്മ നൽകുന്ന ചെറിയൊരു സന്ദേശം നമുക്ക് സ്നേഹപൂർവ്വം ശ്രമിക്കാം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എൻ്റെ മഹാവിജയത്തിൻ്റെ ഭാഗമാകുന്ന ഒരു കുഞ്ഞിന് ഹൃദയത്തിൽ രൂപാന്തരീകരണം സംഭവിക്കും. ആത്മാവിൽ അസാധാരണമായ കൃപ നിലനിന്നാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ഈ കൃപ ഉണ്ടെങ്കിൽ ദൈവികമായ ഒരു ഒന്നാകൽ സംഭവിക്കും. ഈശോയുടെ ഹൃദയവുമായി നടക്കുന്ന ഒന്നാകൽ. ഹൃദയങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. നാം ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നേ മതിയാവുകയുള്ളൂ. രണ്ടിലും പെടാത്ത ഒരു സ്ഥലം ഇല്ല. ഹൃദയം എനിക്ക് നൽകപ്പെടുന്നില്ല എങ്കിൽ ഉടനെ തന്നെ അത് സാത്താന്റെ വലയിൽ വീഴും. ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, എൻ്റെ മഹാവിജയം ലോകത്തിൻ്റെ ഗതി മാറ്റുന്നതാണ്. മറ്റെന്തിനേക്കാളും ഇപ്പോൾ ലോകത്തിന് ആവശ്യം പ്രാർത്ഥനയുടെ ഐക്യമാണ്. കൈകളല്ല, ഹൃദയങ്ങളാണ് ഒന്നുചേരേണ്ടത്. ഈ ദൈവിക പദ്ധതിയിൽ ചേരുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും എന്നിലൂടെ ഹൃദയം കൊണ്ട് ഒന്നായിരിക്കണം. എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇത് ആവശ്യമാണ്. ഓർക്കുക, ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ശത്രു അഹങ്കാരമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിത്താണ് അഹങ്കാരം. അനാവശ്യമായ തോന്നലുകളുടെയും മാറ്റങ്ങൾ വരേണ്ട സമയമാണ് ഇത്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആത്മാർത്ഥ ശ്രമം എത്ര ആവശ്യമാണ് എന്ന് അറിയാമോ? ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ എനിക്കും ധാരാളം കുറവുകളുണ്ട് എന്ന് വീണ്ടും വീണ്ടും എളിമയോടെ ചിന്തിക്കുന്നു. വാക്കിൽ ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് 10 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ മുതിർന്നവരെയും അധികാരികളെയും അനുസരിക്കും. ഉപേക്ഷ വരുത്താതെ കൂടെയുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കും. മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മുൻപിൽ നിറയുന്നു. മാലാകമാരോടൊന്നായി നാഥൻ അണയുന്നു. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാകമാരോടൊന്നായി നാഥൻ അണയുന്നു. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, എന്തൊരാഹ്ലാദമേ, അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഈശോയെ നോക്കിക്കേ. മക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവസാന കാലഘട്ടം അത് സാത്താൻ ശക്തിയും അധികാരവും സ്വാതന്ത്ര്യവും പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരാ എന്ന് വെച്ചാൽ നമ്മളെയാ.
നമ്മളെ കീഴ്പ്പെടുത്താനുള്ള അധികാരം പോലും അവന്റെ കയ്യിലുണ്ട്. എൻ്റെ മക്കളെ, നമ്മൾ വീണു കൊടുക്കാൻ പാടില്ല. നമ്മൾ അവന് കീഴ്പ്പെടാനുള്ളവരല്ല, നമ്മൾ ഈശോയുടെ മക്കളാ. അവന് കീഴ്പ്പെടാതിരിക്കണമെങ്കിൽ മറ്റൊരാൾ നമ്മളെ സംരക്ഷിക്കണം. അങ്ങനെ സംരക്ഷിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന വ്യക്തിയാ നമ്മുടെ മുമ്പിലുള്ള പരിശുദ്ധി അമ്മ മാതാവ്. നമുക്ക് അമ്മയ്ക്ക് സമർപ്പിച്ച് നമ്മളെ ഒരു നിമിഷം, പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ സാത്താൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന 4 കൂട്ടരുണ്ട്. വൈദികർ, ഒപ്പം മെത്രാന്മാർ, സമർപ്പിതർ അല്ലെങ്കിൽ സന്യസ്തർ, ജീവകാരുണ്യ പ്രവർത്തികൾ ഏർപ്പെട്ട മക്കൾ. ഇവർക്കെതിരെ ശക്തമായിട്ട് അവൻ നിരന്തരം യുദ്ധം ചെയ്യുന്നു, പോരാടുന്നു, അവരെ അവഹേളിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവരെ സംരക്ഷിക്കേണ്ട ഒരു കടമ നമുക്കാണ്. ഇവർ തകരുമ്പോൾ മാറി നിൽക്കുകയല്ല ചെയ്യണ്ടേ, മറ്റുള്ള എതിർ ശക്തികളോട് ചേർന്ന് നിൽക്കുകയല്ല ചെയ്യേണ്ട, മറിച്ച് ഇവരെ സംരക്ഷിക്കാൻ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള കടമയാണ് നമുക്കുള്ളത്. ഒരു നിമിഷം ഇവരെ 4 കൂട്ടം വ്യക്തികളെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച്, അമ്മയുടെ വിമല ഹൃദയം വഴി ഈ ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച് മക്കളെ, നമ്മുടെ കുടുംബത്തിൽ വൈദികർ കാണും, നമ്മുടെ കുടുംബത്തിൽ സമർപ്പിതർ കാണും, ജീവകാരുണ്യ പ്രവർത്തന മണ്ഡലങ്ങൾ ഏർപ്പെട്ടവർ കാണും, സന്യസ്തർ കാണും, ചിലപ്പോൾ മെത്രാന്മാർ കാണും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രൂപതാ വൈദികര്, രൂപതയുടെ സന്യസ്തരായിട്ടുള്ളവര്, നമ്മുടെ മെത്രാന്മാരെ എല്ലാവരെയും ഒന്ന് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, ഇവർക്കെതിരെ സാത്താൻ ഉപയോഗിക്കുന്ന എല്ലാ ശക്തികളും, എല്ലാ കെട്ടുകളും, എല്ലാ ബന്ധനങ്ങളും, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ഇവ മുഴുവനും അഴിച്ചു മാറ്റി പരിശുദ്ധി അമ്മേ, അമ്മയുടെ നീലക്കാപ്പയാൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഒരു നിമിഷം 2 കരങ്ങൾ യാചനയോടെ പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ഇവർക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. ഒരു നിമിഷം പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ആത്മാർത്ഥമായി സഭയ്ക്കുള്ളിൽ സഭയെ തകർക്കാൻ നോക്കുന്ന എല്ലാ ശക്തികളും വിട്ടുമാറണം. സമർപ്പണ ജീവിതത്തെ അവഹേളിക്കുന്നത് പോലെ തന്നെ സഭയെ തകർക്കാനായിട്ട്, പ്രത്യേകിച്ച് ബുദ്ധിയിൽ അന്ധകാരം നിറച്ച്, ഹൃദയത്തിൽ അന്ധകാരം നിറച്ച്, വിശ്വാസത്തിൽ അന്ധകാരം നിറച്ച്, മനസാക്ഷിയിൽ അന്ധകാരം നിറച്ച്, ദൈവിക ജ്ഞാനം ഇല്ലാതാക്കി തീർക്കുന്ന അനേകം പൈശാചിക ശക്തികൾ ഈ കാലഘട്ടത്തിൽ ശക്തി പ്രാപിച്ചേക്കുക. പ്രിയപ്പെട്ടവരെ, സത്യം തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. ഏതാ ക്രിസ്തു, ഏതാ എതിർ ക്രിസ്തു, ആരാ ഈശോ, അല്ലെങ്കിൽ ദൈവം ആരാ, ഇതിനെതിരായി നിൽക്കുന്ന ശക്തി ഏതാ, പരിശുദ്ധാത്മാവ് അതിനെതിരായി നിൽക്കുന്ന ആത്മാവേതാ, പരിശുദ്ധി അമ്മ മാതാവ് അതിനെതിരായി നിൽക്കുന്ന സ്ത്രീ ഏതാ, മ്ലേച്ഛതയുടെ സ്ത്രീ ഏതാ, തിരിച്ചറിയാൻ പറ്റാത്ത ബുദ്ധിയിൽ അന്ധകാരം നിറയപ്പെട്ടേക്കുക. സത്യം തിരിച്ചറിയാൻ പറ്റുന്നില്ല, സത്യത്തെ അസത്യമായിട്ട് വ്യാഖ്യാനിക്കുക. പ്രിയപ്പെട്ടവരെ, സകല മക്കൾ, തെരഞ്ഞെടുക്കപ്പെട്ട സകല മക്കളുടെയും ബുദ്ധി പ്രകാശിപ്പിക്കാൻ, മനസ്സിന്റെ അന്ധത മാറാൻ, ഹൃദയത്തിന്റെ അന്ധത മാറാൻ, അറിവിന്റെ അന്ധത മാറാൻ, വിശ്വാസതലത്തിലുള്ള എല്ലാ കെട്ടുകളും അഴിയാൻ വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. മക്കളെ, നിങ്ങൾ മനസ്സിൽ കാണുക, നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം കെട്ടഴിയണം. ബുദ്ധിയുടെ, മനസ്സിന്റെ, ഹൃദയത്തിന്റെ, വിശ്വാസ മേഖലയുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറി ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ. അടിമച്ചങ്ങല അഴിയട്ടെ യേശുനാമത്തിൽ, പാപ
ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. അടിമച്ചങ്ങല അഴിയട്ടെ യേശുനാമത്തിൽ. പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ. യേശുനാമത്തിൽ യേശുരക്തത്താൽ. യേശുനാമത്തിൽ യേശുരക്തത്താൽ. യേശുനാമത്തിൽ യേശുരക്തത്താൽ. യേശുനാമത്തിൽ യേശുരക്തത്താൽ. ഒരു നിമിഷം പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കത്തോലിക്ക സഭയെ സമർപ്പിച്ച് സഭയ്ക്കകത്ത് അശുദ്ധി കയറാനോ തിന്മ അവിടെ പ്രതിഷ്ഠിക്കപ്പെടാനോ തിന്മയെ ആരാധിക്കപ്പെടാനോ പാടില്ല മക്കളെ. ആ സഭയെ സംരക്ഷിക്കാൻ, ഈ മേഖലയിൽ സഭയെ സംരക്ഷിക്കാൻ പറ്റുന്ന ഏക വ്യക്തി പരിശുദ്ധി അമ്മയാണ്. നമ്മുടെ കത്തോലിക്ക സഭയെ പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിനൊന്ന് പ്രതിഷ്ഠിച്ച് ഒരു പിശാചും ഒരു പൈശാചിക ശക്തികളോ ഒരു സൈത്താൻ ആരാധകരോ ഇതിന്റെ അകത്ത് വാസം ഉറപ്പിക്കാതെ, ഇതിന്റെ അകത്ത് അധികാരം ഏറ്റെടുക്കാതെ, ഇതിനെ ആരാധിക്കാൻ പറ്റുന്ന ഒരു കാര്യം പോലും ഇതിന്റെ അകത്ത് പ്രവേശിക്കാതെ, അമ്മേ ഈ കാണുന്ന ഞങ്ങളുടെ സഭയെ അമ്മ പൊതിയണം. അമ്മയല്ലേ സഭയുടെ മാതാവ്, അമ്മയെ പൊതിയണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക മനസ്സിൽ. പ്രിയപ്പെട്ടവരെ, അവസാന യുദ്ധം, ആ യുദ്ധം നമ്മൾ തന്നെ പോയാൽ തോക്കും. നമ്മളെ സംരക്ഷിക്കാൻ, നമ്മുടെ കൂടെ യുദ്ധം ചെയ്യാൻ ഒരു കൂട്ടം ആളുകളെ വിളിക്കണം. മറ്റാരുമല്ല, വിജയ സഭയിലെ അംഗങ്ങൾ. അത് പരിശുദ്ധി അമ്മയാ, വിശുദ്ധരാ, വാഴ്ത്തപ്പെട്ടവരാ, വന്ദകരാ, രക്തസാക്ഷികളാ, സ്വർഗവാസികളാ. ഒരു നിമിഷം നിങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെ മാധ്യസ്ഥ നേടിക്ക്. അമ്മയെ തൊട്ടടുത്ത് നിർത്തിക്ക്, യോസേപ്പ് പിതാവിനെ തൊട്ടടുത്ത് നിർത്തിക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിശുദ്ധരുടെ പേര് നാമം മനസ്സിൽ ഓർത്തുകൊണ്ട് അവരെ തൊട്ടടുത്ത് വിളിച്ചു നിർത്തിക്ക്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്ന് എന്തുമാത്രം ആത്മാക്കളുണ്ടോ അവർ മുഴുവനും നമ്മുടെ കുടുംബത്തിന് ചുറ്റും, സഭയ്ക്ക് ചുറ്റും, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഉടനീളം നമ്മുടെ ചുറ്റിലും ഉണ്ടാകാനായിട്ട് കൊതിച്ചുകൊണ്ട് അവരുടെ സഹായം തേടി, സംരക്ഷണം തേടി ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഒരു നിമിഷം പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം തേടി മനസ്സിൽ പ്രാർത്ഥിക്കാൻ. പ്രത്യേകിച്ച് സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന പുണ്യങ്ങൾ: വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ എനിക്കും ധാരാളം കുറവുകളുണ്ട് എന്ന് വീണ്ടും വീണ്ടും എളിമയോടെ ചിന്തിക്കുന്നു. വാക്കിൽ ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് 10 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ മുതിർന്നവരെയും അധികാരികളെയും അനുസരിക്കും. ഉപേക്ഷ വരുത്താതെ കൂടെയുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കും. ഈ പുണ്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് അത് അഭ്യസിക്കണം. അതിനുവേണ്ടി മനസ്സിലെത്രയും ദയുള്ള മാതാവിയൊക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് അമ്മയുടെ കൈ പിടിച്ച് അമ്മയോടൊപ്പം ഉറങ്ങാനായിട്ട് ഈ നിമിഷം പോകാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.